ഹായ് ഹലോ നമസ്കാരം. കഴിഞ്ഞ 40 വർഷത്തിലേറെയായി ആരോഗ്യ സംരക്ഷണ രംഗത്ത് കരുണയുടെ സ്പർശമായി ഏവർക്കും ആരോഗ്യ സംരക്ഷണമേകിക്കൊണ്ട് ഏറെ പ്രശസ്തമായ ഒരു ആരോഗ്യ സ്ഥാപനത്തെയാണ് ലൈവ് ടിവിയുടെ എൻ്റയർ മീഡിയ ടീം ഇന്ന് ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ കോട്ടയം കാരാപ്പുഴയിൽ പ്രവർത്തിക്കുന്ന JNS മെഡിക്കൽ സെൻറ്റർ. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങളും അതേപോലെ ഡോക്ടർമാരുടെ സേവനങ്ങളും ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളാണെന്നും അറിയണ്ടേ? പറയാം, കമാൺ. JNS മെഡിക്കൽ സെൻറ്ററിൻ്റെ ബഹുമാന്യനായ MD ജേക്കബ് പുതുപ്പള്ളി സാറാണ് എന്നോടൊപ്പം ഉള്ളത്. ഈ പ്രോഗ്രാമിലേക്ക് സാറിനെ ഹാർദമായി സ്വാഗതം ചെയ്തു. സാർ, ഇതിൻ്റെ 40 വർഷത്തിലേറെ സേവന പാരമ്പര്യമുള്ള സ്ഥാപനമാണെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തെക്കുറിച്ചൊന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇതിൻ്റെ തുടക്കമെന്ന് പറഞ്ഞാൽ ഡോക്ടർ സുരേഷ് ജോൺ എന്ന് പറയുന്നയാളാണ് ഇതിൻ്റെ സ്ഥാപകൻ. അദ്ദേഹം 40 വർഷത്തോളം ഭാവന ഹോസ്പിറ്റൽ എന്ന ഹോസ്പിറ്റലിൽ ഓടിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന് 2018 ഒരു സ്ട്രോക്ക് വന്നു. അതിനുശേഷം അദ്ദേഹം വീണ്ടും സ്ട്രോക്ക് വന്നു കഴിഞ്ഞും പിന്നെ അദ്ദേഹം വരാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അവർക്ക് ഇങ്ങോട്ട് നടത്തിക്കൊണ്ട് പോകാനുള്ള സാധ്യത ഇല്ലാതെ വന്നപ്പോഴാണ് ഞാനിത് ഏറ്റെടുക്കുന്നത്. ഞാൻ ഏറ്റെടുത്തിട്ട് 7 വർഷമായി. അപ്പം അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് JNM നമ്മൾ? തീർച്ചയായിട്ടും അവരുടെ ബിൽഡിങ്ങിലായിരുന്നു നമ്മൾ ലീസിലിരുന്നത്. അപ്പോൾ ആ പേരാണ് നമ്മൾ ഉപയോഗിച്ചത്. ആ പേരുകൊണ്ടാണ് ഇന്നിത് ഇപ്പോഴും ഇത് നിലകൊള്ളുന്നത്. എന്നാലിപ്പം ആ പേര് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ JNS മെഡിക്കൽ സെൻറ്റർ എന്നുള്ള പേര് സ്വീകരിച്ചു. ഏതായാലും ആതുര സേവനം എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സേവനമാണ്. അപ്പോൾ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റുകളെക്കുറിച്ചും ബാക്കി കാര്യങ്ങളും ഒക്കെ ഡോക്ടർ ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ സാറ് തുടക്കത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചൊന്ന് മനസ്സിലാക്കട്ടെ. ഓക്കെ, നന്ദി. അപ്പോൾ നമ്മൾ JNS ഹോസ്പിറ്റലിൻ്റെ പ്രശസ്ത പീഡിയാട്രീഷ്യനും അതേപോലെ തന്നെ ഇവിടുത്തെ ചീഫ് ഫിസിഷ്യനും പാലാ മാർസലിക മെഡിസിറ്റിയിലെ ഡോക്ടറുമായ ടോണി അലോഷ്യസ് ആണ് എന്നോടൊപ്പം ഉള്ള. സാറിനെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തു. JNS ഹോസ്പിറ്റലിൽ എന്തൊക്കെ സേവനങ്ങളാണ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളാണുള്ളത്? ഇവിടെ മെയിൻലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പീഡിയാട്രിക്സ് ആണ് മെയിൻ ചിൽഡ്രൻസ് ഹോസ്പിറ്റലായിട്ട് അറിയപ്പെടുന്നത്. പിന്നെ അഡൽട്സിനെ നോക്കുന്ന ജനറൽ മെഡിസിൻ്റെ ഒരു വിഭാഗമുണ്ട്. പിന്നെ വിസിറ്റിംഗ് ഡോക്ടേഴ്സ് ഉണ്ട്, സൈക്യാട്രിക്കും പിന്നെ ENTക്കും ആയിട്ടുള്ളത്. പിന്നെ മെയിൻ ഞാനായിട്ടിരിക്കുന്നത് മെയിൻ പീഡിയാട്രിഷ്യൻ ഒരു ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ എന്നുള്ളൊരു രീതിയിൽ തന്നെ. ശരി. നമ്മുടെ പ്രവർത്തന സമയമൊക്കെ എങ്ങനെയാണ്? സമയം നമ്മൾ 24 hours പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ OP ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് രാവിലെ ഒരു 8:30 to 3 o'clock വരെ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞൊരു 4:30 to evening 9. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഡ്യൂട്ടി ഡോക്ടർ. അങ്ങനെ ഒരു പീഡിയാട്രീഷ്യൻ എന്ന രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ കുട്ടികളുടെ ആരോഗ്യം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് മെയിനായിട്ട് പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? നമ്മൾ മെയിനായിട്ട് നമുക്ക് ഇതിനകത്ത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് ചുമ വരുമ്പോഴോ ജലദോഷം വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പനിയാകുമ്പോൾ തന്നെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കാതെ സ്വയം ചികിത്സിക്കാതെ തന്നെ പെട്ടെന്ന് ആദ്യം തന്നെ അടുത്തുള്ളൊരു ഡോക്ടറിനെ കൊണ്ട് കാണിക്കുക. കാരണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പണ്ടത്തെ പോലെ ചെറിയൊരു അസുഖമായിട്ട് നമുക്കത് കളയാൻ പറ്റത്തില്ല, പലതും മനസ്സിലായില്ലേ. പിന്നെ ബാക്കി നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. പിള്ളേർ നല്ലോണം ഭക്ഷണം കഴിക്കുന്നുണ്ടോ, വെള്ളം കുടിക്കുന്നുണ്ടോ, അങ്ങനത്തെ ഒരു നോർമൽ കാര്യങ്ങൾ. സ്ക്രീൻ ടൈം കുറയ്ക്കുക, ആക്ടിവിറ്റീസ് കൂട്ടുക. ഇങ്ങനത്തെ മൊബൈലിൽ പുറകെ പോകുന്നുണ്ട്. ആ ഒരു സ്ക്രീൻ ടൈമും കാര്യങ്ങളും കുറച്ചും കൂടെ ആക്ടിവിറ്റീസും കൂട്ടി പിള്ളേർ കുറച്ചും കൂടെ ഒരു ഹെൽത്തി ഒരു നേച്ചറിലേക്ക് വരുന്ന ഒരു രീതിയിലേക്ക് വരും. നമുക്കിവിടെ സീനമിലേക്ക് ചികിത്സാ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട്. നമ്മളിവിടെ ഇൻപേഷ്യൻ്റ് നമുക്ക് ചികിത്സയുണ്ട്. ഒരു ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 5 ഇപ്പം അറ്റ് പ്രസന്റ് ഒരു 5 റൂംസ് വിത്ത് ഒരു 10 bedded വാർഡ് ഉണ്ട്. ഇനി അങ്ങോട്ട് ബിൽഡ് ചെയ്യാനുള്ള രീതിയിൽ ഇങ്ങനെ. ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയാമോ സാർ? എവിടെയാണെന്നുള്ളത്? കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ കാരാപ്പുഴയാണ് കറക്റ്റ് ലൊക്കേഷൻ. നമ്മുടെ തിരുനക്കരയിൽ നിന്ന് നമ്മൾ മറ്റേ ഈ പറയുന്ന തിരുവാതിക്കൽ പോകുന്ന ആ റൂട്ടിൽ റോഡ് സൈഡിൽ തന്നെ കാരാപ്പുഴ പോകുന്നു. എന്തായാലും വളരെ വിശദമായ കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞു. വളരെ സന്തോഷം. ആതുര സേവന രംഗത്ത് തനത് വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ഏറെ പ്രശസ്തമായ ഒരു സ്ഥാപനമാണ് JNS ഹോസ്പിറ്റൽ. പീഡിയാട്രിക് സെക്ഷനും അതേപോലെ മെഡിക്കൽ സെക്ഷനും ഒക്കെ ഇവിടെയുണ്ട്. സേവനം ആവശ്യമുള്ളവർ തീർച്ചയായും ഹോസ്പിറ്റലിനെ സമീപിക്കുക. നിരവധി സേവനങ്ങൾ ഇവിടെയുണ്ട്. മറ്റൊരു മനോഹരമായ എപ്പിസോഡ് കണ്ടുമുട്ടാം. പ്രഗത്ഭനായ പീഡിയാട്രീഷ്യനൊപ്പം സൈനിങ് ഓഫ് ഷിയാദ് ചങ്ങനാശ്ശേരി.